ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ യൂട്യൂബിൽ ഞാൻ ചെയ്തിട്ടുള്ള കുറെ ഫൺ ആയിട്ടുള്ള കുട്ടി കുട്ടി മിസ്റ്റേക്സുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് എന്റെ യൂട്യൂബ് ജേർണിയിൽ. പറയാൻ നിന്ന ഒരു ലോഡ് ലിസ്റ്റ് കണക്കിനുണ്ടാവും, പക്ഷെ അത്രയൊന്നും ഞാൻ പറയുന്നില്ല. എല്ലാവർക്കും റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു 10-15 കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഭയങ്കര രസമാണ്. ഇപ്പൊ എനിക്ക് ആലോചിക്കുമ്പോൾ ഇങ്ങനെ ഈ നാണക്കേടൊക്കെ തോന്നും, പക്ഷെ എനിക്ക് തോന്നുന്നു എല്ലാവരുടെയും യൂട്യൂബിൽ സ്റ്റാർട്ടിങ് ജേർണിയിൽ ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടാകും. പിന്നെ ഞാൻ കാണിക്കുന്നത് എക്സാക്ട് അതുപോലെ ഒന്നും ആയിരുന്നില്ല. ഞങ്ങൾക്ക് കുറച്ച് എന്റർടൈൻ ആവാൻ വേണ്ടി ഇത്ര ഉള്ളത് കുറച്ച് ഇത്രയാക്കിയിട്ടാണ് കാണിക്കുക കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലോട്ടേക്ക് കിടക്കാം. വീഡിയോ എല്ലാം ഓക്കെ. നോക്കല്ല ഏതാ തമ്മയില് ഉറപ്പല്ലേ വീഡിയോ 1 മില്യൺ അടിക്കുന്നേ. സെലിബ്രിറ്റി ആണ്ടി വരും കേരളം. യജാതി വീഡിയോ, യജാതി എഡിറ്റിങ്, ഇതുപോലെ ഒരു കണ്ടന്റ് വേറെ ചെയ്തിട്ടുണ്ടാവും. ഇത് കത്തും, ഉറപ്പായിട്ടും കത്തും എന്റെ മോനെ. സുന്ദരട്ട വീഡിയോക്ക് 100 വ്യൂസ് അടിച്ചല്ലോ. 0 കമന്റ്സോ? ഈ ചേട്ടാമാർക്ക് ഇതൊന്നും കാണുമ്പോ എന്തെങ്കിലും ഒരു കമന്റെങ്കിലും ഇട്ടൂടെ? അല്ലാത്തവരെ പോയിട്ടാണ് 4 തെറിയെങ്കിലും വിളിക്കണം. ഇനി അതിന് പറ്റൂലേ? ഇതൊന്നും ഇടുന്നില്ലല്ലോ. എത്ര കഷ്ടപ്പെട്ടുണ്ടാക്കിയ സാധനമാണ്, കാണാൻ നല്ല രസമുണ്ടല്ലോ. ഒരു കമന്റ് ഇടൂല, ഒരു പ്രോത്സാഹനമില്ലാത്ത മനുഷ്യന്മാർ. എന്റെ പേർക്കാരെക്കാളും നഷ്ടമാണല്ലോ. അയ്യേ, ആരെങ്കിലും എന്റെ വീഡിയോ എടുത്ത് നോക്കുമ്പോ ഒരു കമന്റ് പോലും ഇല്ലാന്ന് പറയുമ്പോ നാണക്കേടല്ലേ? ഉണ്ടല്ലോ 3-4 മനുഷ്യന്മാരും ഫോണും നമ്മളാണ് കമന്റ് ഇടും. ഞാനറിയാൻ അതിന്റെ മനം കൊണ്ടിട്ട് എന്നുള്ളതൊക്കെ. സൂപ്പർ, അടിപൊളി, ഇതുപോലെ നന്നായിട്ടുണ്ട്. ഗ്രേറ്റ് യൂട്യൂബർ, ഐ ആം യുവർ ബിഗ് ഫാൻ. എന്റെ മോളെ ഇതുപോലുള്ള കാര്യങ്ങൾ ഇനിയും ചെയ്യും. വല്ലാത്ത കഴിവുള്ള കുട്ടി തന്നെ. ഇതുപോലുള്ള ആൾക്കാരൊക്കെ ഈ ലോകത്തുണ്ട്. ഇത്ര കഴിവുള്ള മനുഷ്യന്മാർ ഈ ലോകത്തുണ്ടോ? മതി, ഓവറാക്കണ്ട. അപ്പൊ ആൾക്കാർക്ക് മനസ്സിലാവും ഞാനിപ്പോ ഇരിക്കുന്നു. ഓവറാണോ? ഏയ് അല്ലെങ്കിൽ ഞാൻ കഴിവുള്ള ആളല്ലേ, പിന്നെ കഴിവുള്ള കമന്റ് ഇട്ടപ്പോ എന്താ പ്രശ്നം അല്ലേ? അതാ ലാസ്റ്റ് കണ്ടിട്ട് 100 വ്യൂസ് അടിച്ചു. അച്ഛോ, നീ താരൊക്കെ വിളിച്ച് പറയാം. ആരെ വിളിച്ചാ? അമ്മന്ന് വിളിക്കാം. അമ്മയെ ലാസ്റ്റ് ഇട്ട വീഡിയോക്ക് 100 വ്യൂസ് അടിച്ചിരുന്നേ. കണ്ടില്ല? കണ്ടോക്കി. പിന്നെ 100 ആൾക്കാർ എന്നൊക്കെ പറഞ്ഞ ചില്ലറ മനുഷ്യന്മാരാണ്. എന്തോരം ആൾക്കാരാ? നമ്മളെ കുടുംബശ്രീയിലും അല്ലാത്ത ആൾക്കാരില്ലല്ലോ. അടുത്ത അമ്മായിക്കാരുടെ കട ഉദ്ഘാടനം ചെയ്യാൻ ഞാൻ വരാം. വേണ്ടേ? കുഴപ്പമില്ല, നിങ്ങൾ എന്തെങ്കിലും വിളിച്ചുമ്പോ ഞാൻ കാട്ടി തന്നിട്ട്. ഇല്ല, അടുത്തത് എന്തായാലും 100ന്റെ അപ്പുറത്തൊരു കേക്ക് ഉണ്ടാവേ. പിന്നെ അല്ലാതെ അപ്പൊ അങ്ങനെ കേറി ഞാനെന്റെ സെലിബ്രിറ്റി ആവും. നിങ്ങൾ ആരും വിളിച്ചാൽ ഞാൻ ചിലപ്പോ ഫോണൊന്നും എടുത്തില്ലാന്ന് വരും കേട്ടോ. ബിസി കാരണമായിരിക്കും. അതൊന്നും അത്ര വലിയ മൈൻഡ് ആക്കണ്ട. ഓ ശരി. അമ്മയുടെ പടം കാണാൻ ചെയ്യാൻ വിളിക്കൂല. 100 വ്യൂസ് ആണോ? അയ്യോ, യൂട്യൂബിൽ ഇന്നലെ വീഡിയോ ഒക്കെ കമന്റ് ഇങ്ങനെ ഇടുന്നതിന്റെ നോട്ടിഫിക്കേഷൻ ആണ് വരുന്നത്. ആന്നേ, അല്ല സൂപ്പർ എന്ന് പറഞ്ഞതാണ്. പിന്നെ ഇഷ്ടംപോലെ കമന്റ്സ് വരലുണ്ട്. കാണില്ലാന്നോ? അത് നിങ്ങളെ ഫോണില് അങ്ങനെ ഇന്റത് കമന്റ്സ് എനിക്ക് മാത്രമേ കാണാൻ പറ്റൂ, നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അങ്ങനത്തെ സെറ്റിംഗ്സ് ആക്കി വെച്ചിട്ട് ജിട്ട കമന്റ് എനിക്ക് തന്നെ കാണാൻ പറ്റൂല. അടുത്ത വീഡിയോ എപ്പോ ഇടുന്നേ? ഉറപ്പായിട്ട് നാളെ ഇടും മോളെ.
അല്ല 0 വ്യൂസോ? അങ്ങനെ ശരിയാവും? ഒരു വട്ടം ഞാൻ കാണണമല്ലോ. ഉമ്മച്ചിന്റെ വീഡിയോ എപ്പോഴും കാണല്ലേ? 2 വ്യൂ എന്തായാലും വരണ്ടല്ലേ? അച്ഛനെ യൂട്യൂബ് ഇങ്ങനെ അടിച്ചു പോയോ? വീഡിയോ ഒന്നും കേറുന്നില്ല എന്നോരെന്നെ പുറത്താക്കിയോ? അല്ല, സാധാരണ കമ്പനിയിലൊക്കെ അങ്ങനെയാണല്ലോ, ഒരു കാര്യമില്ലാത്ത പണിക്കാരെ എടുത്ത് പുറത്താക്കലുണ്ട്. പേടിച്ച് നെറ്റ് ഓണാക്കാത്തോണ്ടേനല്ലേ? നെറ്റ് ഓണാക്കിയെങ്കിൽ ഇപ്പൊ തന്നെ മല പറഞ്ഞേനെ. ഈ 7 വ്യൂ കാണാനാണ് ഞാൻ വെറുതെ ഒരു MB നെറ്റ് തീർത്തിട്ടുള്ളത്. അപ്പൊ ഗൈസ്, ഇതൊക്കെയാണ് എനിക്ക് പറ്റിയിട്ടുള്ള കുറച്ച് മിസ്റ്റേക്സ്. ഇനി ഒരുപാടുണ്ട്, പക്ഷെ സത്യം പറയാലോ, ഇതൊക്കെ ഇപ്പൊ ആരെങ്കിലും അങ്ങനെ അയ്യേ നാണക്കേടല്ലേ എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കും. ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്ത് കൂട്ടീനല്ലോ എന്ന്. പക്ഷെ ഞാൻ ഒറ്റയ്ക്ക് വീഡിയോ എടുത്ത് ഒറ്റയ്ക്ക് എഡിറ്റ് ചെയ്യണത് കാരണം എന്റെ ചമ്മി നാറിൽ ഞാൻ മാത്രമേ കണ്ടിട്ടുള്ളൂ. ആ നാറ്റം കാണാൻ ഞാൻ പുറത്തുനിന്ന് ആരും അനുവദിച്ചിട്ടില്ല. ഞാൻ ഒറ്റക്കാണ് ആ നാറ്റങ്ങളൊക്കെ കണ്ടത്. ഞാനേ കണ്ടുള്ളൂ, ഞാൻ മാത്രമേ കണ്ടുള്ളൂ. ആൻഡ് ഇതൊക്കെ ഒരു ഫണ്ണായിട്ട് നിങ്ങൾ കാണുകയാണെങ്കിലും ഇതൊക്കെ ഒരു കൈൻഡ് ഓഫ് സ്ട്രഗ്ലിംഗ് ആണ്. നമുക്ക് ഇത്രയും വ്യൂസ് ഇല്ലാതെ നമ്മൾ ഇത്രയൊക്കെ അതിന് വേണ്ടിയിട്ട് വീണ്ടും എഫേർട്ട് ഇടാണ്. പിന്നെ ഞങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി കുറച്ച് ഫൺ അതിൽ ഇൻക്ലൂഡ് ചെയ്തെന്നുള്ളൂ. നമുക്ക് മാനസികമായിട്ട് ഒരുപാട് വിഷമങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സോ ഇത്രയൊക്കെ ആയിട്ടും സ്റ്റിൽ ഞാൻ വീഡിയോ ഇട്ടുകൊണ്ട് നിൽക്കുന്നു. സ്റ്റിൽ ഞാൻ ഇതുപോലെയുള്ള കമന്റ്സും കാര്യങ്ങളൊക്കെ എക്സ്പെക്ട് ചെയ്യുന്നു. സ്റ്റിൽ ഞാൻ ആ റീച്ച് പ്രതീക്ഷിച്ചുകൊണ്ട് ഇപ്പോഴും ചെയ്തുകൊണ്ടേ ഇരിക്കണോ, ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതാണ് ഞാൻ എൻ്റെ അടുത്ത് കണ്ടൊരു പോസിറ്റീവ് കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ എനിക്ക് പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും എന്തായാലും പറ്റും. ആൻഡ് യു നോ ഗൈസ്, എന്തൊക്കെ ഉണ്ടെങ്കിലും കൺസിസ്റ്റൻസി, അതേ എനിക്ക് പറയാനുള്ളൂ. ഒരു യൂട്യൂബ് ജേർണിയിൽ ഒരാൾക്ക് വേണ്ട ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണത്. എന്തൊക്കെ സ്ട്രഗ്ലിംഗ് ഉണ്ടായാലും കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇട്ടുകൊണ്ട് നിൽക്കുക. അവസാനം യൂട്യൂബുകാരനെ സഹിക്കാൻ പറ്റാണ്ടായിട്ട് റീച്ച് ചെയ്ത് തരണം. കേറിപ്പോ അവിടെ നിന്ന് പറഞ്ഞിട്ട്. അപ്പൊ എന്തായാലും ഇതാണ് എന്റെ യൂട്യൂബ് ജേർണിയിലെ കുറച്ച് കുട്ടി മിസ്റ്റേക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ ഇങ്ങൾക്കും ഉണ്ടാവുമെങ്കിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കുറെ കുഞ്ഞു മിസ്റ്റേക്കുകൾ. അപ്പൊ എന്താന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ ഷെയർ ചെയ്യാനായിട്ട് മറക്കണ്ട. ആൻഡ് ദിസ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ ഒന്ന് തീർച്ചയായിട്ടും പറയേണ്ടതാണ്. അപ്പൊ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.